Hi all, welcome to Competitive Cracker. ഞാൻ അഖില വിപിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് സുവോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്കറിയാം ബയോകെമിസ്ട്രി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സെറ്റ് എക്സാമിന് എന്നുള്ളത് അല്ലേ. അതിനകത്തുനിന്നൊരു പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ ബയോകെമിസ്ട്രിയിൽ പഠിച്ചാൽ മാത്രമാണ് പിന്നെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സെറ്റ് സുവോളജി പഠനം വളരെ ഈസിയാണ്. എങ്ങനെയാണെന്നല്ലേ, സിലബസ് അനുസരിച്ച് മാത്രം പഠിക്കാം. അല്ലാതെ നമ്മൾ പി ജിക്ക് പഠിച്ച എല്ലാ കണ്ടന്റുകളും നമുക്ക് സെറ്റ് സുവോളജിക്ക് പഠിക്കാനില്ല. കുറേ കണ്ടന്റുകളെല്ലാം ഒഴിവാക്കിയിട്ടാണ് നമുക്ക് സെറ്റ് സുവോളജി വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് സിലബസ് കാണുമ്പോഴത്തേക്കും ഒരുപാട് വലുതാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ കുറേ പോർഷനൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് സിലബസ് കണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. സിലബസ് ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ അത്ര ലെങ്തി ആയിട്ടുള്ള സിലബസ് ആണല്ലോ, ഞാൻ അങ്ങനെ പഠിച്ചു കഴിയുമല്ലോ എന്നൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റ് സുവോളജിയുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാനൊന്ന് പറയാം. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. എല്ലാ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും ഞങ്ങളുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് തന്നെയാണ്. ആ ഓരോ ക്ലാസ്സിന് താഴെയും ആ ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ വീക്കിലി നടക്കുന്ന വീക്കിലി ടെസ്റ്റുകൾ, അതിനനുസരിച്ച് വരുന്ന മാർക്ക് ലിസ്റ്റുകൾ, ഇതെല്ലാം നമ്മളെ പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ഉത്സാഹം കൂടി ഉണ്ടാവണം. ഈ പ്രാവശ്യം എന്തായാലും സെറ്റ് നേടിയെടുത്തേ മതിയാവൂ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചേരുക. ഇനി സെറ്റ് ആസ്ട്ര, എന്താണ് സെറ്റ് ആസ്ട്ര എന്ന് വെച്ചാൽ സുവോളജിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള പുതിയൊരു ബാച്ചാണ്. സെറ്റ് സുവോളജി മാത്രമല്ല നമുക്കുള്ളത്, സെറ്റ് ആസ്ട്രയുടെ മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കുമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. സുവോളജി മാത്രമല്ല എന്ന് പറഞ്ഞാൽ ബോട്ടണിക്ക് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഒക്കെ എല്ലാ സബ്ജക്റ്റിലും സെറ്റ് ഏതെല്ലാം സബ്ജക്റ്റിനുണ്ടോ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും തന്നെ നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ നിങ്ങളിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയേക്കാം. First question. Which of the following biomolecules simply refers to as stuff of life? Which of the following biomolecules simply refers to as stuff of life? Lipids, proteins, vitamins, carbohydrate. ഏതാണ് stuff of life എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ണുമടച്ചു നമുക്ക് പറയാം ഏതാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഈസ് നോൺ ആസ് ദ സ്റ്റഫ് ഓഫ് ലൈഫ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is the simplest form of carbohydrate? Which of the following is known as the simplest form of carbohydrate? Carboxyl group, aldehyde and ketone groups, alcohol and carboxyl group, hydroxyl groups and hydrogen groups. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ അല്ലേ. ഇറ്റ്സ് ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബണെയാണ് നമ്മൾ സാധാരണ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞ ഈ കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവും, കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും, ഇതെല്ലാ ഗ്രൂപ്പുകളും ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ് അല്ലെ. ആൽഡോസും കീറ്റോസുമാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫോംസ് എന്ന് പറയുന്നത്. ഒരു ആൽഡോസും കീറ്റോസും അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്ലിസറാൽഡിഹൈഡ് നമ്മൾ പറയും അല്ലേ. അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫോമാണ്. അപ്പോൾ എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയും ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ ഈസ് നോൺ ആസ് വാട്ട്, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് നമ്മൾ പറയും അല്ലെ. ഒരു കാർബൺ ഗ്രൂപ്പ് ഉണ്ടാവും, ഹൈഡ്രജൻ ഗ്രൂപ്പ് ഉണ്ടാവും, ഓക്സിജൻ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ 3 കമ്പോണൻസ് കൊണ്ട്, ഈ 3 എലമെന്റ്സ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു സ്ട്രക്ചറൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ്, സ്റ്റോറേജ് ഓഫ് ഫുഡ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ത് വഴിയാണ്, ഈ കാർബോഹൈഡ്രേറ്റ് വഴിയാണ്. ആ കാർബോഹൈഡ്രേറ്റിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം ഓഫ് ഫുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഗ്രൂപ്പാണ്. അതിനകത്ത് തന്നെ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഡോസും കീറ്റോസുമാണ് കേട്ടോ. ആൽഡോസും കീറ്റോസുമാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്? സ്റ്റോറേജ്, സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്, ട്രാൻസ്പോർട്ട് മെറ്റീരിയൽ, ബോത്ത് സ്റ്റോറേജ് ആൻഡ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അരിഹാരം കഴിക്കുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് ചപ്പാത്തി കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഗോതമ്പ് കഴിക്കുന്നത്, ഇവയെല്ലാം കഴിക്കുന്നത് നമുക്ക് ഫുഡ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഫുഡ് സ്റ്റോറേജ് ചെയ്യാൻ എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറേജ് ആണ്, നമ്മുടെ എനർജി സ്റ്റോറേജ് ആണ്. അതിനോടൊപ്പം തന്നെ എന്തുകൂടി നൽകണം, ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൂടി നൽകണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ബോത്ത് സ്റ്റോറേജ് ആൻഡ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. അതായത് നമ്മുടെ ബോഡിക്ക് സ്ട്രക്ചറൽ ആൻഡ് ഒരു സ്റ്റോറേജ് ആൻഡ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് നൽകുക എന്നുള്ളതാണ്
ആരുടെ ഫംഗ്ഷൻ? കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ്? റെഡ്യൂസിങ് ഷുഗർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ? ഓപ്ഷൻ എ ഡൈഹൈഡ്രോക്സി അസറ്റോൺ, എറിത്രുലോസ്, ഗ്ലൂക്കോസ്, ഓൾ ഓഫ് ദി അബോവ്. ഈ പറഞ്ഞിരിക്കുന്നത് എന്താ റെഡ്യൂസിങ് ഷുഗർ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വായിക്കുമ്പോൾ കാണാം റെഡ്യൂസിങ് ഷുഗർ ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്, അല്ലേ? എന്താ റെഡ്യൂസിങ് ഷുഗർ എന്ന് വെച്ചാൽ പല രീതിയിൽ നമുക്ക് റെഡ്യൂസിങ് ഷുഗറിനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു ക്ലാസിഫൈ ചെയ്യുന്നല്ല, പല രീതിയിലും ഡിഫൈൻ ചെയ്യാം. പക്ഷേ നമ്മൾ സുവോളജിക്കാരെ സംബന്ധിച്ച് നമ്മളൊരു കെമിസ്ട്രി പഠിക്കുന്ന അല്ലെങ്കിൽ കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിക്കുന്ന പോലെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എന്താണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് വെച്ചാൽ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ് ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡിൽ ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ്. ഒരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പോ കീറ്റോൺ ഗ്രൂപ്പോ ഉള്ള ഒരു മോളിക്യൂൾസിനെയാണ് നമ്മൾ സാധാരണ ഇതിൽ നിന്ന് വിളിക്കുക റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയാം. നമുക്കറിയാം മിക്കവാറും എല്ലാ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെയും ഏതെങ്കിലും ഒരു ഫ്രീ ആൽഡിഹൈഡോ കീറ്റോൺ ഗ്രൂപ്പോ ഉണ്ടായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം ഡൈഹൈഡ്രോക്സി അസറ്റോൺ ആയാലും എറിത്രോലോസ് ആയാലും ഗ്ലൂക്കോസ് ആയാലും ഇവയെല്ലാം എന്ത് തന്നെയാണ്? ഇവയെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലേ? എല്ലാ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെയും ഉണ്ടാവേണ്ട ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഏതാണ്? ആൽഡിഹൈഡും കീറ്റോണുമാണെന്ന്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കൂടെയും ആരുണ്ടാവും? ഈ പറയുന്ന ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പോ കീറ്റോൺ ഗ്രൂപ്പോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞവയെല്ലാം എന്തായിട്ട് ആക്ട് ചെയ്യുന്നവരായിരിക്കും? റെഡ്യൂസിങ് ഷുഗറായിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇവ റെഡ്യൂസിങ് ഷുഗർ ആയെന്ന് വെച്ചാൽ ഈ ആൽഡിഹൈഡും കീറ്റോൺ ഗ്രൂപ്പും ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അവർ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം എന്താകാൻ കാരണം? ഒരു റെഡ്യൂസിങ് ഷുഗർ ആകാനായിട്ട് കാരണം. ക്ലിയർ ആയോ? പറഞ്ഞാൽ എന്താണ് റെഡ്യൂസിങ് ഷുഗർ എന്ന് വെച്ചാൽ? ഞാൻ പറഞ്ഞു എത്ര വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഡെഫിനിഷൻസിന് വേണമെങ്കിലും പോകാം. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പോ ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റെഡ്യൂസിങ് ഏജന്റ് ഉള്ള ഗ്രൂപ്പിനെയാണ് റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയാം. ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആരുണ്ട്? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞവയെല്ലാം ഗ്ലൂക്കോസ് ആയതുകൊണ്ട്, നോട്ട് ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് എല്ലാം എന്തായിട്ട് ആക്ട് ചെയ്യുന്നവരായിരിക്കാം? റെഡ്യൂസിങ് ഷുഗർ ആയിട്ട് ആക്ട് ചെയ്യുന്നവരായിരിക്കാം. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എപ്പിമിയേഴ്സ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എപ്പിമിയേഴ്സ്? glucose and ribose, glucose and galactose, galactose, mannose and glucose, ribose and mannose. എന്താ എപ്പിമിയേഴ്സ് എന്ന് വെച്ചാൽ? എപ്പിമിയേഴ്സ് എന്താണെന്ന് അറിയാതെ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ, അതായത് ഈ OH ഗ്രൂപ്പിൻ്റെ പ്ലേസ്മെൻ്റ് അനുസരിച്ച് സെയിം നമുക്കറിയാം ഈ ഗ്ലൂക്കോസിൻ്റെയും ഗലാക്ടോസിൻ്റെയും ഒക്കെ ഫോർമുല, മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, C6H12O6 തന്നെയാണ് ഇവ രണ്ടുപേരുടെയും എന്ത് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ എല്ലാവരെയും നമ്മൾ ഒരു ചെയിൻ വരച്ചിട്ട് എഴുതുവാണെങ്കിൽ, ഇങ്ങനൊരു ചെയിൻ വരച്ചിട്ട് എഴുതുവാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ട് തന്നെ നമ്മൾ എഴുതുക, അല്ലേ? ഇതിങ്ങനെ തന്നെയാണ് ഇവരുടെ ഒരു സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറൽ ഫോർമുലയുടെ OHൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവർ എപ്പിമിയേഴ്സ് കണ്ടുപിടിക്കുക. ഇത് സെയിം കെമിക്കൽ ഫോർമുലയാണ്, സെയിം മോളിക്കുലർ ഫോർമുലയാണ്. ഇവിടെ ഗ്ലൂക്കോസിൻ്റെ OH എന്ന് പറയുന്നത് നമ്മൾ ഡി ഗ്ലൂക്കോസ് എന്നും ഡി ഗാലക്ടോസ് എന്നും പറയാം, അല്ലേ? ഇതിനകത്ത് ഇത് ഡി ഗ്ലൂക്കോസ് ആണ് എങ്കിൽ ഇവിടെ OHൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഒന്നിൻ്റെ, അതായത് OHൻ്റെ പ്ലേസ്മെൻറ്റ് വെച്ചിട്ടാണ്, സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ ഈ OHൻ്റെ സ്ഥാനം ലെഫ്റ്റിലോ റൈറ്റിലോ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ കെമിക്കലിൻ്റെ പേര് തന്നെ മാറി, അല്ലേ? ഈ OH എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായി? ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായി? അത് OH, അത് ഗ്ലൂക്കോസായി, ഡി ഗ്ലൂക്കോസായി. അതേസമയം ഈ OH എന്ന് പറയുന്ന ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതെന്തുമായി? അത് ഗാലക്ടോസുമായി. കെമിക്കൽ ഫോർമുല എല്ലാം സെയിം തന്നെ, പക്ഷെ ഒരൊറ്റ ഗ്രൂപ്പിൻ്റെ പ്ലേസ്മെൻറ്റ് കൊണ്ട് ഈ സ്ട്രക്ചർ തന്നെ മാറിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മളെന്ന് വിളിക്കുക എപ്പിമിയേഴ്സ് എന്ന് പറയുക. വളരെ സിമ്പിളായിട്ട് എപ്പിമിയേഴ്സ് എന്താണെന്ന് വെച്ചാൽ അതാണ്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന എപ്പിമിയേഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഗാലക്ടോസുമാണ്.
ഇവിടെ നമ്മൾ ഡി ഗ്ലൂക്കോസ് എന്നും ഡി ഗാലക്ടോസ് എന്നുമാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകണമെന്നില്ല. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഡി ഗ്ലൂക്കോസ് എന്നും അല്ലെങ്കിൽ എന്താണ് ഡി ഫോം എന്നും എൽ ഫോം എന്നും എല്ലാം വെച്ച് നമുക്ക് നമ്മുടെ ആപ്പിൽ ഇതിൻ്റെ ക്ലാസ്സുകളുണ്ട്. കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും എന്താണ് എപ്പിമിയേഴ്സ്, എന്താണ് മോണോമിയേഴ്സ്, ഇവ എല്ലാത്തിനെയും കുറിച്ചുള്ള ബേസിക് ക്ലാസ്സുകളെല്ലാം ഞങ്ങളുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് എത്തുന്നതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്ത് ആപ്പിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആപ്പിലൊന്ന് കയറി നോക്കിയാൽ മാത്രം മതി. അപ്പോൾ എന്താണ് എപ്പിമിയേഴ്സ് എന്ന് മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പ്ലേസ്മെൻറ്റ് കൊണ്ട് സ്ട്രക്ചർ മാറി വരുന്ന മോളിക്യൂൾസിനെ കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എപ്പിമിയേഴ്സ് എന്ന് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും നല്ല എപ്പിമിയേഴ്സ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഗ്ലൂക്കോസും ഗാലക്ടോസുമാണ്. ഇവരെ എപ്പിമിയേഴ്സ് ആകാൻ സഹായിച്ചത് OH എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ, OH എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ്. ആൽക്കോൾ ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ അത് ഗാലക്ടോസും, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഡി ഗ്ലൂക്കോസുമായിട്ട് മാറും. ദാറ്റ് ഈസ് എപ്പിമിയേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് അമിനോ ഷുഗർ ആർ പ്രസൻറ്റ് ഇൻ ദ ബാക്ടീരിയൽ സെൽ വാൾ? ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഡൗട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെപ്പോഴും ബാക്ടീരിയൽ സെൽ വാൾ പഠിക്കുന്ന സമയത്ത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ ഒന്നും നമുക്ക് മറന്നു പോകാനേ പറ്റാത്തതാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു അമിനോ ഷുഗറാണ് ഏതെന്ന് പറയുന്നത് N അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, അമിനോ ഗ്ലൈക്കോസൈഡ്, അസൈഡ്. ഇതിനകത്ത് N അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ആണ്. നമുക്കറിയാം പെപ്റ്റിഡോ ഗ്ലൈക്കൻ എന്ന് പറയുന്നത് നമ്മൾ മ്യൂറാമിക് ആസിഡ് എന്ന് നമ്മൾ പറയാറ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് തന്നെയാണ്? N അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ആണ് എവിടെ കണ്ടുവരുന്നത്? ബാക്ടീരിയൽ സെൽ വോളിൽ കണ്ടുവരുന്ന അമിനോ ഷുഗർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ മേജർ സ്റ്റോറേജ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ അനിമൽസ്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് ദ സ്റ്റോറേജ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ അനിമൽസ്? ദാറ്റ് ഇസ് ഗ്ലൈക്കോജൻ ആണ്. അല്ല, നമ്മുടെ ബോഡിയിലെല്ലാം കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഏത് ഫോമിലാണ്? ഗ്ലൈക്കോജൻ ഫോമിലാണ്. എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുക? ലിവറിലാണ് സ്റ്റോർ ചെയ്യപ്പെടുക അല്ലേ. ലിവറിലാണ് സ്റ്റോർ ചെയ്യപ്പെടുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്, ഗ്ലൈക്കോജനോളിസിസ്, ഗ്ലൈക്കോനിയോജെനിസിസ്. ഇവയെല്ലാം എന്തുമായിട്ട്? ഈ ലിപ്പിഡ് സ്റ്റോറേജുമായിട്ട്, ലിപ്പിഡ് കൺവേർഷൻ, നോട്ട് ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ് കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന പ്രോസസ്സുകളാണ് ഇതെല്ലാം. അപ്പം എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക? ഗ്ലൈക്കോജൻ്റെ ഫോമിലാണ് എന്തിനെ സ്റ്റോർ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇനി എന്താണ് സെല്ലുലോസ് എന്ന് വെച്ചാൽ? ഇത് പ്ലാന്റ് സ്റ്റോറേജ് ആണ് അല്ലേ. പ്ലാന്റ്സിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റോറേജ് ചെയ്യുന്ന ഫോമാണ് ഇതെന്ന് പറയുന്നത് സെല്ലുലോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കൈറ്റിൻ എന്ന് പറയുന്നത് ഈ ആർത്രോപോഡ്സിൻ്റെയും അതുപോലെ തന്നെ മൊളസ്കിൻ്റെയൊക്കെ ഷെല്ലിലാണ് എന്ത് കണ്ടുവരിക? കൈറ്റിനേഴ്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കണ്ടുവരിക അല്ലെ. സ്റ്റാർച്ചിൻ്റെ സ്റ്റോറേജ് ഫോമാണ് ശരിക്കും എന്ന് പറയുന്നത്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മോണോമേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു പോളിമറാണ്. ഗ്ലൂക്കോസിൻ്റെ ഒരു പോളിമറിനെയാണ് നമ്മൾ സ്റ്റാർച്ച് എന്ന് പറയുക. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊരു ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ സ്റ്റോറേജ് ഫോമാണ് എന്ത്? ഗ്ലൈക്കോജൻ കേട്ടോ. ഇൻ അനിമൽസിൽ ഗ്ലൈക്കോജൻ്റെ സ്റ്റോറേജ് ഫോം എന്ന് പറയുന്നത് അനിമൽസിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ സ്റ്റോറേജ് ഫോം എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആണ്. പ്ലാന്റ്സിലാണെങ്കിൽ എന്തായിരിക്കും? പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലോസ് ആയിരിക്കും. കൈറ്റിൻ ആണെങ്കിലോ അതെവിടെ കണ്ടുവരിക? ആർത്രോപോഡ്സിലും മൊളസ്കിലൊക്കെയാണ്. മൊളസ്ക് ഷെല്ലിലൊക്കെയാണ് എന്ത് കണ്ടുവരിക? മൊളസ്ക് ഷെല്ലിലൊക്കെയാണ് കൈറ്റിൻ കണ്ടുവരിക. സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോളിമർ ഓഫ് ഗ്ലൂക്കോസ്. It's a polymer of glucose or it is otherwise called what? Carbohydrate. Polymer of glucose ആണ്. പോളിമർ ഓഫ് ഗ്ലൂക്കോസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ് ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻസ്? ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെയും ഗ്ലൈക്കോപ്രോട്ടീൻസിൻ്റെയും സിന്തസിസിന് സഹായകരമാകുന്ന കാർബോഹൈഡ്രേറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ഒലിഗോസാക്കറൈഡ്സ്, ബി മോണോസാക്കറൈഡ്സ്, ഓപ്ഷൻ സി ഗ്ലൈക്കോജൻ, ഓപ്ഷൻ ഡി ഗ്ലൂക്കോസ്. ഇതിനകത്ത് ഒലിഗോസാക്കറൈഡ്സ് ആണ് കേട്ടോ. ഒലിഗോസാക്കറൈഡ്സ് ഒരു 2 to 10 മോണോസാക്കറൈഡ്സ് ഗ്രൂപ്പ് കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒലിഗോസാക്കറൈഡ്സ് ഫോം ചെയ്യുന്നത്. ആ ഒലിഗോസാക്കറൈഡ്സ് ആണ് എന്തിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ സഹായിക്കുന്നത്? എന്തിൻ്റെ എല്ലാം ഫോർമേഷൻ സഹായിക്കുന്നത്? ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെയും ഗ്ലൈക്കോപ്രോട്ടീൻസിൻ്റെയും ഫോർമേഷന് സഹായിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത്
കാർബോഹൈഡ്രേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക്സ് ആണ്, ഇതെല്ലാം ബേസിക്സ് ആണ്. പക്ഷേ ഇതെല്ലാം ഓരോ പ്രാവശ്യങ്ങളിലായിട്ട് സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്താൽ മതി, ധൈര്യമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്തോളൂ, പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.